ഇവിടെ ഒരു ലേഡി ഒറ്റയ്ക്കിരുന്ന് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തേക്ക് അവളുടെ വാതിൽ തുറന്ന് ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് വരുന്നു. ഇവളുടെ മകളാണത്. നിറയെ നനഞ്ഞിട്ടൊക്കെ ഉണ്ട്. അനങ്ങാതെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവൾ പേടിച്ച് ടേബിളിനടിയിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ ഈ കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പിക്കപ്പ് ചെയ്യാനായിട്ട് ഇവൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ആ സമയത്ത് ഒരു സൈക്കോ കില്ലർ ഇവളെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും രാത്രി ഈ പെൺകുട്ടി ഇവളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് അവൾ ഹസ്ബൻഡിനോട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ വന്നാൽ തന്നെ അത് ഗോസ്റ്റ് ആവുന്നത് എങ്ങനെയാണ്, നിൻ്റെ മകളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളെ വഴക്ക് പറയുന്നുണ്ട്. പിറ്റേ ദിവസം പെൺകുട്ടി വരുമ്പം ഇവളിങ്ങനെ ഒളിച്ചു നിൽക്കുന്നില്ല. നേരെ പോയിട്ട് ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവൾക്കൊരു നോർമൽ സംഭവമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം ഈ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നില്ല. അങ്ങനെ ഇവളെ തേടി ഇവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് ചെല്ലുമ്പം അവിടെ നിൽക്കുന്നതായിട്ട് ഇവൾ കാണുന്നുണ്ട്. അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വേറൊരു കുട്ടിയാണ് എന്നുള്ള കാര്യം. ശരി മോളെ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, ഇങ്ങനെ തനിച്ച് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുവിടുന്നുണ്ട്. ഈ സമയത്ത് പ്ലാൻ ചെയ്ത് ഈ കുട്ടിയെ കടത്താനായിട്ട് ആ സൈക്കോ കില്ലർ വരുന്നുണ്ട്. എന്നാൽ ഇവൾ അറിയാതെ തന്നെ ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്.